വളരെ എളുപ്പത്തിൽ മിനിറ്റുകൾ കൊണ്ട് തയ്യാറാക്കാൻ പറ്റിയ ഒരു കിടക്കാച്ചി ആയിട്ടാണിത് കേട്ടോ. ഭൂട്ടാൻ റെസിപ്പി ആയിട്ടുള്ള എഗ്ഗ് എംദാച്ചി. ഇത് ബ്രെഡിൻ്റെ കൂടെ മാത്രമല്ല, കുബൂസ്, ഞാൻ, റൈസ് എന്തിൻ്റെ കൂടെയും മാച്ച് ആവും കേട്ടോ. കുട്ടികളുടെ പ്രിയപ്പെട്ട ടേസ്റ്റ് കൂടിയാണ് ഇതിൻ്റെ സോസൊക്കെ. അപ്പോൾ കുട്ടികൾക്ക് കൂടി ഇത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അത്രയ്ക്ക് ടേസ്റ്റാണ്. എന്നാൽ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കിയാലോ. ഇതിന് വേണ്ടിയിട്ട് ഒരു നോൺ സ്റ്റിക്ക് പാത്രം അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. 2 ടേബിൾ സ്പൂണ് ബട്ടർ ചേർത്ത് കൊടുക്കാം. ബട്ടർ ഒന്ന് മെൽറ്റായി വരുമ്പോൾ ഇതിലേക്ക് ഒരു 1.25 ടേബിൾ സ്പൂണോളം വെളുത്തുള്ളി ചെറുതായിട്ട് കൊത്തി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. തീ ഒരു ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. വെളുത്തുള്ളി ഒരിക്കലും ബ്രൗൺ കളർ ആകാതെ കിട്ടണം നമുക്ക്. 4 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. നല്ല എരിവുള്ള പച്ചമുളകാണ് നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ 2 എണ്ണത്തിൻ്റെ കുരു പോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതിയേ. ഇനി ഇതിലേക്ക് ഒരു സവാളയുടെ ഭാഗം നൈസായിട്ട് അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കാം. ഒരു 20 സെക്കൻഡ് മാത്രം മതി കേട്ടോ. ഇതേമാതിരി ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിക്കാം. അതൊന്ന് തിളച്ച് വരട്ടെ. ഇനി ഇതിലേക്ക് ചീസ് ചേർത്ത് കൊടുക്കണം. 4 ഷീറ്റ് ആയിട്ടുള്ള ചീസ് നമുക്ക് വാങ്ങാൻ കിട്ടിയില്ലേ, അതാണ് ചേർത്തിരിക്കുന്നത്. ഇതിലേക്ക് മൊസറല്ല ചീസ് ചേർക്കരുത് കേട്ടോ. അപ്പം 4 എണ്ണം ചേർക്കുകയാണെങ്കിലാണ് നമുക്ക് കൂടുതലായിട്ടുള്ള ക്രീമി ആയിട്ടുള്ള ഒരു സോസ് കിട്ടുക കേട്ടോ. അപ്പം നിങ്ങൾ പുതുതായിട്ടൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ 4 എണ്ണം തന്നെ ചേർക്കാൻ ശ്രദ്ധിക്കുക. ഇത് താനെ തന്നെ മെൽറ്റായിട്ട് വരും കേട്ടോ. ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്ന ബട്ടറിൽ ഉപ്പില്ലാത്തതുകൊണ്ട് തന്നെ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ചീസിൽ ഉപ്പുള്ളതുകൊണ്ട് തന്നെ നിങ്ങൾ ഉപ്പിട്ട് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഇതൊന്ന് അല്പം ഒന്ന് വറ്റി വന്നാൽ മാത്രം മതിയെ, വല്ലാതെ കട്ടിയായിട്ട് എടുക്കരുത്. ഒരു അല്പം കുറുകിയിരിക്കുന്ന പരുവത്തിൽ ഇത് മാറ്റി വെക്കാം. ഇനി ഒരു നോൺ സ്റ്റിക്ക് പാത്രം അടുപ്പിലേക്ക് വെക്കാം. അതിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കാം. ബട്ടർ ഒന്ന് മെൽറ്റായിട്ട് വരട്ടെ. ഈ ഒരു റെസിപ്പി റെഡിയാക്കി എടുക്കാൻ ബട്ടർ തന്നെ വേണം കേട്ടോ. നെയ്യോ ഓയിലോ ഒന്നും ഉപയോഗിക്കരുതേ. ഇപ്പോൾ ബട്ടർ നന്നായിട്ട് ഉരുകി വന്നിട്ടുണ്ട്. ഈ അവസരത്തിൽ ഇതിലേക്ക് 4 കോഴിമുട്ട ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 4 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 4 ഷീറ്റ് ചീസ് എടുക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. ഇനി തീ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാം. മുട്ടയുടെ വെള്ളയൊന്ന് വെന്ത് വരട്ടെ. ഇതിലേക്ക് അല്പം ഉപ്പൊന്ന് വിതറി കൊടുക്കാം. അതിനുശേഷം കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇതിലേക്ക് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. കുരുമുളക് പൊടിയൊക്കെ വളരെ കുറച്ച് മാത്രം സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. വളരെ അധികം ആകരുത്. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന ക്രീം ഉണ്ടല്ലോ, അത് ഇതിൻ്റെ മുകളിലേക്ക് സാവകാശം എല്ലാ സൈഡിലേക്കും ആകത്തക്ക രീതിയിൽ ഒഴിച്ചു കൊടുക്കാം. ഈ ടൈമിൽ ഫ്ലെയിം ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കണേ. ഇനി ഇത് ഒരു 2 മിനിറ്റ് മാത്രം ഒന്ന് മൂടി വെക്കാം. ആ ചീസിൻ്റെ ഫ്ലേവറൊക്കെ ഒന്ന് എല്ലാ വശങ്ങളിലും എത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ മൂടി വെക്കുന്നത്. ഇപ്പോൾ 2 മിനിറ്റ് മാത്രം ഞാൻ മൂടി വെച്ചിട്ടേ ഉള്ളൂ. ഒന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ മുട്ടയുടെ ഉണ്ണിയൊക്കെ ഒരു ബുൾസൈ മോഡലിൽ വെന്ത് വന്നിട്ടുണ്ട്. ഞാൻ ഈ ഒരു രീതിയിലാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് മുട്ടയുടെ ഉണ്ണി ഒരു ഹാർഡായിട്ട് കിട്ടണമെന്നെങ്കിൽ ഒരു കുറച്ച് നേരം കൂടി ഒന്ന് മൂടി വെച്ച് എടുത്താൽ മതിയേ. തീ ഒരു ഹൈ ഫ്ലെയിമിലൊന്നും ഇട്ട് കൊടുക്കരുത്. ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് വേണം ഇങ്ങനെ വേവിച്ചെടുക്കാൻ. അതേമാതിരി ഒരുപാട് നേരം നമ്മൾ തീയിൽ ഇട്ട് കൊടുക്കരുത്. അപ്പോൾ സോസൊക്കെ ഇതിൻ്റെ വറ്റിപ്പോകും. അപ്പം ഇത് കഴിക്കാനും വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല. ഈ ഒരു റെസിപ്പി നിങ്ങൾ നോൺ സ്റ്റിക്ക് പാത്രത്തിൽ ചെയ്യാൻ ശ്രദ്ധിക്കണം കേട്ടോ. അല്ലെങ്കിൽ സൈഡിലുള്ള ചീസൊക്കെ മറ്റു പാത്രമാണെങ്കിൽ ഒട്ടിപ്പിടിക്കാനുള്ള സാധ്യതയുണ്ട്. ഇത് ഇങ്ങനെ തന്നെ കോരി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഈ മുട്ടയും ആ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ക്രീമായിട്ടുള്ള ചീസും എല്ലാം കൂടി
നല്ല ടേസ്റ്റാണ്. കുട്ടികൾ ഒരു തുള്ളി പോലും ബാക്കി വയ്ക്കില്ല കേട്ടോ ഇതിൻ്റെ ക്രീം. അപ്പോൾ ഞാനിവിടെ ബ്രെഡിൻ്റെ കൂടെ ആട്ടോ ഇത് കഴിക്കുന്നത്. ഇതിൽ ബ്രെഡ് ടോസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ടോസ്റ്റ് ചെയ്യാം. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. നമ്മൾ ഈ ബാക്കി വന്നിട്ടുള്ള സോസ് ഉണ്ടല്ലോ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്, അത് ബാക്കി ബ്രെഡിൻ്റെ കൂടെ ചേർത്ത് കഴിക്കാം കേട്ടോ. അതേമാതിരി പച്ചമുളകൊന്നും വിട്ട് കളയരുത്. ഇതിൻ്റെ കൂടെ തന്നെ മിക്സ് ചെയ്തിട്ട് കഴിക്കണം. അപ്പോഴാണ് കറക്റ്റായിട്ടുള്ള ടേസ്റ്റ് കിട്ടുക. പുതുതായി ഏതെങ്കിലും കൂട്ടുകാർ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ചാനലിനെ സപ്പോർട്ട് ചെയ്ത് സബ് ചെയ്യാനും കൂടി മറന്നു പോകരുതേ. വലതുവശത്ത് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന് പ്രസ് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അടുത്ത നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.